ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റഡി ഇൻ യു കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഇന്ന് ഓവർഹൈപ്ഡായ യു കെയെക്കുറിച്ചല്ല, അക്കാഡമിക്സിലും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസുമുള്ള യു കെയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം 4 രാജ്യങ്ങൾ കൂടിയ ഒരു രാജ്യമാണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്. ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ ലണ്ടൻ, സ്കോട്ട്ലൻഡ് എഡിൻബർഗ്, നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റൽ ബെൽഫാസ്റ്റ്, വെയിൽസ് കാർഡിഫ്. യു കെയുടെ പ്രധാന സിറ്റീസ് ലണ്ടൻ, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ്, കാർഡിഫ്, ബ്രിമിംഗ്ഹാം, എഡിൻബർഗ്, ന്യൂകാസിൽ, ഗ്ലാസ്ഗോ ഇവയൊക്കെയാണ്. ഇവിടെയൊക്കെ തന്നെയും പ്രമുഖമായ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ മിക്കതും റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് ശൃംഖലയിൽ വരുന്നതുമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു 10 മണിക്കൂറിനടുത്ത ട്രാവൽ ടൈമാണ് വരുന്നത്. പൗണ്ട് സ്റ്റേർലിംഗ് ആണ് യു കെയുടെ കറൻസി. ബേസിക് ഇൻഫർമേഷൻ ആണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി എന്തുകൊണ്ട് യു കെ ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യണം? വൈ യു കെ? Number 1, UK institutions are consistently ranked among the best in the world. UK has vast experience of 100 years of education. More than 130 plus universities to choose from. അത് കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റീസുമാണ്. എഡ്യൂക്കേഷൻ യു കെ ഇസ് വാല്യൂ ഫോർ മണി. കാരണം മോർ ഷോർട്ടർ ആൻഡ് ഇൻറ്റൻസീവ് കോഴ്സസ്. നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് യു കെയിൽ അവൈലബിൾ ആണ്. Offers a broad spectrum of subjects, large number of scholarships and bursaries. യു കെയുടെ ഒരു വലിയ പ്രത്യേകതയാണ് 1 year മാസ്റ്റർ വിത്ത് 1 year പ്ലേസ്മെൻറ്റ് പ്ലസ് ഡേ ബാക്ക്. അഡ്മിഷൻ പോസിബിൾ വിത്തൗട്ട് IELTS. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി ഫീസും ഒക്കെ നമുക്ക് റീപേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യു കെയിലുണ്ട്. കാര്യം കമ്പാരബിളി മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിനെ അപേക്ഷിച്ച് യു കെയുടെ ഫീസ് കുറവാണ്. ആൻഡ് എബോവ് ഓൾ, വേൾഡ്സ് ടോപ്പ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് ആയ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസിലെ 24 യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിങ് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു. യു കെയിലെ പോപ്പുലർ കോഴ്സസ്: engineering at the STEM, computer, AI, robotics, engineering the basics and to advanced levels of engineering courses, business management, science including life science and physical science, health sciences, medical, nursing, dental, public health, law, arts and design, economics and finance, media and communication, social work, sports management, psychology, architecture തുടങ്ങിയ n number of courses. അതിൻ്റെ ഏകദേശം കുറേ selected list we will be sharing here. Famous alumni who studied in UK, including our father of the nation Mahatma Gandhi, former US President Bill Clinton, cricket legend and Pakistan former President Imran Khan, former Prime Minister of India Manmohan Singh, former Chairman of Tata Group ദോറബ്ജി ടാറ്റ. ഇങ്ങനെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള അലുമിനീസ് യു കെ എഡ്യൂക്കേറ്റഡ് ആണ്. അടുത്തത് എഡ്യൂക്കേഷൻ ഡ്യൂറേഷൻ. യു കെ എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു അതർ എഡ്യൂക്കേഷണൽ ഡെസ്റ്റിനേഷൻസ് യു കെ പ്രൊവൈഡ് ഷോർട്ടർ കോഴ്സസ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം യു കെയിൽ ജനറലി 3 years ആണ്, ബട്ട് ഇൻ സ്കോട്ട്ലൻഡ് ദാറ്റ് ഇസ് 4 years. പോസ്റ്റ് ഗ്രാജുവേഷൻ യു കെയിൽ 1 year ആണ്. യു കെയിൽ UG is in 2 semesters, post-graduation 3 semester ആണ്. First 2 are taught program and third is a project taught dissertations. UGക്ക് 120 credit points ആണ്, PGക്ക് 180 credit points ആണ്. When choosing an UK university, you have to check the modules. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും മൊഡ്യൂൾസ് വ്യത്യാസം ഉണ്ടായിരിക്കും, സെയിം സബ്ജക്ട്സ് പേരിലെങ്കിലും. അപ്പം നമ്മളുടെ ഔട്ട്കം ഓഫ് ദി കോഴ്സ് നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അതിന് ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. യു കെയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് IELTS 6.5, 6 റേഞ്ചിലാണ്.
but some universities and some programs need 7 IELTS. UK you can get admissions without IELTS. IELTS waiver +2 ഇംഗ്ലീഷിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തും MOI ബേസ് ചെയ്തും UK യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നു. UK നമുക്ക് 20 hours വീക്ക് ടൈമിലും 40 hours വെക്കേഷൻ സമയത്തും പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ സ്റ്റുഡൻസിന് അവസരമുണ്ട്. നെക്സ്റ്റ് UK ഇൻടേക്സ് ആണ്. മേജറായിട്ട് 2 ഇൻടേക്സ് ആണ്, സെപ്റ്റംബർ ആൻഡ് ജനുവരി. However, some universities have intakes in March, April and November. UK എഡ്യൂക്കേഷന് എങ്ങനെ നമുക്ക് ഫൈനാൻസ് ചെയ്യാം? ഹൗ യു ക്യാൻ ഫൈനാൻസ്? സെൽഫ് ഫണ്ടഡ് പേരൻറ്റ്സ്, 2 ലോൺസ്, 3 പാർട്ട് ടൈം വർക്ക്സ് ആൻഡ് ഫുൾ ടൈം വർക്ക്സ് ഇൻ വെക്കേഷൻ. അടുത്തത് UK ഫണ്ട് റിക്വയർമെൻറ്റ്സ് ആൻഡ് ലിവിംഗ് കോസ്റ്റ്. ഫണ്ട് റിക്വയർമെൻറ്റ്സ് ട്യൂഷൻ ഫീസ് പ്ലസ് 9 months ലിവിംഗ് എക്സ്പെൻസസ് ആണ്. ലിവിംഗ് എക്സ്പെൻസസ് UK ഹൈ റെഗുലേഷൻസ് പ്രകാരം ഇൻസൈഡ് ലണ്ടൻ 13,347 pounds, ഔട്ട്സൈഡ് ലണ്ടൻ 10,224 pounds. ഈ ഫണ്ട്സ് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫണ്ട് വിസ ഓഫീസേഴ്സിന് നമുക്ക് എങ്ങനെ കാണിക്കാം? ഇറ്റ് ക്യാൻ ബി ഇൻ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്, സേവിംഗ് അക്കൗണ്ട് ഓർ എഡ്യൂക്കേഷൻ ലോൺ. ഈ ഫണ്ട് ക്യാൻ ബി ഇൻ ദ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ഓർ പേരൻറ്റ്. ഈ ഫണ്ട് 28 ദിവസം നമ്മുടെ നാട്ടിലെ ബാങ്കിൽ കിടക്കുന്നതിൻ്റെ മെച്യൂരിറ്റി ലെറ്റർ നമ്മൾ കാണിക്കണം. ഇതാണ് UK ഫണ്ട് റിക്വയർമെൻറ്റ്സും ലിവിങ് എക്സ്പെൻസസും ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. UK എഡ്യൂക്കേഷൻ ഒരു ഓപ്ഷനായിട്ട് എടുക്കുന്നെങ്കിൽ എന്തൊക്കെ റാങ്കിങ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ പ്രധാനപ്പെട്ടത് ടീച്ചിങ് എക്സലൻസ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ TEF റേറ്റിംഗ് എന്ന് നോക്കേണ്ടത്. TEF റേറ്റിംഗ് ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. ഇത് യൂണിവേഴ്സിറ്റീസിൻ്റെ ടീച്ചിങ് ക്വാളിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഗോൾഡിലുള്ള യൂണിവേഴ്സിറ്റീസ് കമ്പയർഡ് ടു ബി സൂപ്പർ. നെക്സ്റ്റ് കം സിൽവർ ആൻഡ് ബ്രോൺസ്. ഈ ക്ലാസിഫിക്കേഷൻ വെളിയിലുള്ള യൂണിവേഴ്സിറ്റീസുമുണ്ട്. TEF റേറ്റിംഗ് നോക്കുക. പിന്നെ UK അടുത്ത റേറ്റിംഗ് ആണ് റഫ് റേറ്റിംഗ്, റിസർച്ച് എക്സലൻസ് ഫ്രെയിംവർക്ക്. ടീച്ചിങ് എക്സലൻസ് ഫ്രെയിംവർക്ക് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ആണെങ്കിൽ റിസർച്ച് എക്സലൻസ് ഫ്രെയിംവർക്ക് 4 star, 3 star റേറ്റിംഗിൽ റിസർച്ച് പ്രൊപ്പോസൽസിനെ റേറ്റ് ചെയ്യുന്നതാണ്, റിസർച്ച് ക്വാളിറ്റി റേറ്റ് ചെയ്യുന്നതാണ്. ഇൻ്റർനാഷണലി വേൾഡ് അക്ലൈംഡ് റിസർച്ചേഴ്സൊക്കെയാണ് യൂണിവേഴ്സിറ്റീസിൻ്റെ റഫ് ഫ്രെയിംവർക്കിൽ വരുന്നത്. ഇനി എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള റാങ്കിങ്സ് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഗാർഡിംഗ് ലീഗ് ടേബിൾ, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് ആൻഡ് QS വേൾഡ് റാങ്കിങ്. അപ്പം നല്ല റാങ്കിങ്സ് ഉള്ള യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുക. ഈ റാങ്കിങ്സ് എല്ലാം നിങ്ങളുടെ ഒരു UK എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. UK സ്റ്റഡി റൂട്ട് ഇമിഗ്രേഷൻ സിസ്റ്റം പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇഫ് യു സാറ്റിസ്ഫൈ ഓർ മീറ്റ് ദാറ്റ് പോയിൻറ്റ്സ്, നിങ്ങളുടെ വിസ 100% സക്സസ്ഫുള്ളാണ്. ഈ പോയിൻറ്റ്സ് 70ലാണ് ടോട്ടൽ പോയിൻറ്റ്സ് വരുന്നത്. 50 point is for study, that is if you get the final confirmation, CAS final confirmation കിട്ടുകയാണെങ്കിൽ you get 50 points. And if you are ready with your finance, your bank statements, your fixed deposits, your education loan, ഇതെല്ലാം കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫീസും ലിവിങ് എക്സ്പെൻസും മീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ യു ഗെറ്റ് 10 points. ആൻഡ് അനദർ 10 is for the language. IELTS ക്വാളിഫൈ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചെങ്കിൽ യു വിൽ ഗെറ്റ് 10 points. സോ 50 + 10 + 10 70 point ആയെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ എ UK സ്റ്റുഡൻറ്റ് വിസ. UK ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ഇൻ്റർനെറ്റ് നല്ലൊരു വേദി തുറന്നു തരുന്നു. യു ഹാവ് ടു ഗോ ടു ദ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ സൈറ്റുണ്ട്, UK British Council.org, UK CISA, UCAS പോലുള്ള സൈറ്റ്സുകൾ കയറി UK യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുമൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോടുകൂടി
ലോകത്തെ ഏറ്റവും നല്ല സർവകലാശാലകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. വേൾഡിലെ ടോപ്പ് റാങ്കിംഗ് ഡെസ്റ്റിനേഷൻസ് ആയ UK, USA, ഓസ്ട്രേലിയ, അയർലൻഡ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ suitable കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ, സ്കോളർഷിപ്പ് ഓപ്ഷൻസ്, ഫിനാൻസ് ആൻഡ് വിസ റിക്വയർമെന്റ്സ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടാകും അല്ലേ? എങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും അകറ്റി നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഗ്രാഡ് ക്യാപ് എഡ്യൂക്കേഷൻ.